എങ്ങനെയാണ് യു എ നമ്പർ ആക്ടിവേഷൻ ആക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോ. അതിനുവേണ്ടി ഗൂഗിളിൽ മെമ്പർ ഹോം അടിക്കുക. അതിൽ വരുന്ന ഫസ്റ്റ് ഓപ്ഷനിൽ അടിച്ച് കഴിഞ്ഞാൽ പി എഫിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലുള്ള മെമ്പർ ഹോമിലോട്ട് കയറുന്നതാണ്. ഇവിടെ ആക്ടിവേഷൻ യു എന്ന് കാണും. ആ ആക്ടിവേഷൻ യു എന്നിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ നമ്മൾ ഈ 5 ഡാറ്റാസ് എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ യു എൻ നമ്പറാണ്. രണ്ടാമത് ആധാർ നമ്പർ. മൂന്നാമെന്ന് വെച്ചാൽ നമ്മുടെ പേരാണ്. പേര് നമ്മൾ അടിക്കുന്ന സമയത്ത് ആധാറിൽ എന്താണോ നമ്മൾ പേരുള്ളത് അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഫോൺ നമ്പർ, പിന്നെ ക്യാപ്ഷൻ കൂടി അടിക്കാം. അങ്ങനെ നമ്മൾ താഴെ കാണുന്ന ടിക്ക് മാർക്കും കൊടുത്ത് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ മുകളിൽ വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ എന്ത് കാരണത്താലാണോ ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ആ എറർ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ തെറ്റാണെന്നാണ് പറയുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ തെറ്റാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 2014 ഞാൻ ആധാർ എടുക്കുന്നത്. ഈ 2014 ഞാൻ ആധാർ എടുക്കുന്ന സമയത്ത് എൻ്റെ പാരൻസിൻ്റെ ഫോൺ നമ്പറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് എൻ്റെ ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ച് പോയിട്ട് ആധാർ നമ്മൾ നാട്ടിലെടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോൺ നമ്പറായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു ഫോൺ നമ്പറായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ അതിൽ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ യു എൻ നമ്പർ ആക്ടിവേഷനാകാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫോൺ നമ്പർ വെച്ച് കൊടുക്കുമ്പോൾ ഇതെല്ലാം ഈ ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പർ എന്ന് കാണിക്കുന്നത്. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് 2 വഴിയുണ്ട്. ഒന്നാമത്തെ വഴി എന്ന് വെച്ചാൽ കറൻ്റ്ലി ഏതാണോ പേരൻറ്റിൻ്റെ ഏത് ഫോൺ നമ്പറും വേണോ നമ്മുടെ ആധാർ ലിങ്ക്ഡ് ഉള്ളത് അത് വെച്ച് നമുക്കിത് ആക്ടിവേഷൻ ചെയ്യാം. ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് ചോദിച്ചാൽ അതായത് ഒരു ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കൊരു 1 ടൈം പാസ്വേഡ് വരും. അത് നമ്മുടെ പാരൻറ്റ് ഫോളോട്ടായി വരിക. ഓരോ പ്രാവശ്യം മെമ്പർ ഹോം വഴി നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് OTP ചോദിക്കും. ആ OTP എല്ലാം നമ്മുടെ പാരൻറ്റിൻ്റെ ഫോളോട്ടായി പോവുക. അപ്പോൾ അതെടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കാതിരിക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പർ മാറ്റുക. ഡയറക്റ്റായിട്ട് ആധാർ സർവീസ് നടത്തുന്ന ഒരു അക്സസ് സെൻറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈവ് ഫോട്ടോ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പർ ആക്കാൻ പറ്റും. അതായത് നമ്മുടെ നമ്പർ ആക്കാൻ പറ്റും. അങ്ങനെ നമ്പർ അവിടെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് 48 hours കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒഫീഷ്യലായിട്ട് അതെന്ത് ചെയ്യും, അപ്ലോഡ് ആവും. അങ്ങനെ മെസ്സേജ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പോർട്ടലിൽ നമുക്ക് എന്ത് ചെയ്യാം, ആക്ടിവേഷൻ ആക്കാം. അങ്ങനെ ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ നമുക്കാണ് അതിൻ്റെ 1 ടൈം പാസ്വേഡ് വരിക. അതേപോലെ തന്നെ OTP കാര്യങ്ങളൊക്കെ ഓരോ പ്രാവശ്യം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കാണ് വരിക. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പർ ചേഞ്ച് ആക്കി അക്ഷയയിൽ പോയിട്ട് അങ്ങനെ 48 മണിക്കൂറിന് ശേഷം നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു, അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞു. അങ്ങനെ ആയിരിക്കും നമ്മൾ മെമ്പർ ഹോം കയറിയിട്ട് PFൻ്റെ ഒഫീഷ്യൽ സൈറ്റിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആക്ടിവേഷൻ മുമ്പ് ചെയ്തിട്ടുള്ള അതേ പ്രോസസ്സ് തന്നെയായിരുന്നു ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്തായാലും ഇവിടെ ആക്ടിവേഷൻ യു എൻ എന്നുള്ള ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർഫേസ് വരും. സ്ക്രീനിൽ കാണുന്ന ഈ 5 ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ആക്ടിവേഷൻ ആക്കാവുന്നതാണ്. അതിൽ നമുക്ക് ആധാർ നമ്പർ അടിക്കണം, UN നമ്പർ അടിക്കണം, പേരടിക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കണം, പിന്നെ നമ്മൾ ന്യൂ ആയിട്ട് ആധാറായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അടിക്കണം. താഴെ കാണുന്ന ക്യാപ്ഷൻ അടിച്ച് അതേപോലെ തന്നെ ടിക്ക് മാർക്കും ചെയ്ത് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാം, ആക്ടിവേഷൻ ആക്കാനുള്ള പ്രോസസ്സിലൂടെ കടന്നാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഈ ഒരു ഇൻ്റർഫേസിൽ OTP ചോദിക്കുന്നുണ്ട്. ഈ ഒരു OTP നമ്മൾ ആധാറായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിലോട്ടാണ് വരിക. അതായത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ആധാറായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ. നിങ്ങൾ ഇനി പാരൻസിൻ്റെ ഫോൺ നമ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പാരൻസിൻ്റെ നമ്പറിലോട്ടാണ് ഈ OTP വരിക. ആ OTP ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് എഗെയിൻ വാലിഡ് OTP ആക്ടിവേഷൻ UN എന്ന് അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ UN നമ്പർ ആക്ടിവേറ്റ് ആവുന്നതാണ്. ഇതുപോലെ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലോട്ട് ഇപ്പോൾ നമ്മുടെ UN നമ്പറും അതുപോലെ തന്നെ നമ്മളെ പാസ്വേഡ് ഇപ്പോൾ വന്നിട്ടുണ്ടാവും. പാസ്വേഡ് ഇങ്ങനെ ഒരു പാസ്വേഡ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യാം, പാസ്വേഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ് കുറച്ചുകൂടി സിമ്പിളായിട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോർഗെറ്റ് പാസ്വേഡ് എങ്ങനെ അടിക്കേണ്ടതെന്നും പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് UN നമ്പർ ആക്ടിവേഷൻ ആക്കാൻ പറ്റുകയും നിങ്ങളെ UN നമ്പർ ഫൈൻഡ് ചെയ്യാൻ പറ്റുകയോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നെ കോൺടാക്ട് ഒരു Instagram ID ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ എന്നെ മെസ്സേജ് ചെയ്യുകയോ ഒന്ന് ഫോളോ ചെയ്യുകയോ ചെയ്യുക. സ്പോട്ടിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീപ്ലൈ തരുന്നതാണ്. PF റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസും ഈ സ്ക്രീനിൽ കാണുന്ന എല്ലാ സർവീസും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഇൻസ്റ്റയിലൂടെ കണക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ റീപ്ലൈ സ്പോട്ടിൽ തന്നെ തരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്.